ാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ മാതൃസേവാ സമിതി, ഇവിടെ ക്ഷേത്രത്തിൽ നല്ല രീതിയിൽ നടക്കുന്ന ഒരു നവീകരണ സമിതിയുണ്ട്. അതോടൊപ്പം സ്ത്രീകളെ ചേർന്നിട്ടുള്ള മാതൃസമിതിയുണ്ട്. അവരൊക്കെ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദേശത്തെ എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ ചോറൂണുണ്ടോ? തിരുവാതിര ദിവസത്തെ ചോറൂണ്, പ്രസാദ ഊട്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ അങ്ങനല്ല, കുട്ടികൾക്ക് ചോറൂണുണ്ടോ? ചോറൂണ് നടത്താറുണ്ട്. പിന്നെ കെട്ടുകറിയുണ്ട് ഇവിടെ. അയ്യപ്പ ശബരിമല അയ്യപ്പ ധർമ്മശാസ്താവിന് ഉപദേവനായിട്ട് അയ്യപ്പൻ തന്നെയുണ്ട്. തിരുനടയിൽ വെച്ചിട്ടാണ് കെട്ട് മാല കൈക്കലും ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ ചെയ്യാനുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ കണ്ടു. ഇപ്പം മലബാർ ദേവസ്വം ചോദിക്കുന്നതാണ്, ഇവിടുന്ന് മംഗലം ചെയ്യാറുണ്ടോ? മംഗലം ചെയ്യാറുണ്ട് ഉണ്ടല്ലേ? അപ്പം ക്ഷേത്ര ഓഫീസുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ ഇവിടെ നാഗപൂജ ഒക്കെ എങ്ങനെയാ, എന്താ ചെയ്യാ? ആയില്യം വർഷത്തെ കുംഭമാസത്തിൽ ആയില്യം നടക്കാറുണ്ട്. ആരാ ചെയ്യാറ് വന്നിട്ട്? അത് ഇവിടുത്തെ തന്ത്രിന്റെ അനുജ്ഞയോട് കൂടിയിട്ട് ഇവിടുത്തെ മേശാന്തി കാട്ടുമാടത്തുനിന്ന് അങ്ങനെ വന്നിട്ടാണ്. തന്ത്രി ഇവരാണ്, തരണേലൂരാണ്. അപ്പൊ അദ്ദേഹമാണ് ആചാര്യ അല്ലേ? അദ്ദേഹം തന്നെ ചെയ്യാറ്. അദ്ദേഹം തന്നെ നിർദ്ദേശം കൊടുത്ത കീഴ്ശാന്തിക്ക് മേശാന്തിക്ക് ചെയ്യാനുള്ള അനുമതി കൊടുക്കും അല്ലേ? അതുപോലെ തന്നെ എല്ലാ മാസവും ഇതോടുകൂടിയുള്ള പാൽപ്പായസ നിവേദ്യത്തോടുള്ള നാഗരാജാവിനുള്ള ആ പാൽപ്പായസ നിവേദ്യത്തോടു കൂടിയുള്ള ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം എന്താ പറയുന്നത്? ഏകദേശം ഒരു 800 വർഷം മുമ്പാണ് ഇത് പറയുന്നത് അല്ലേ? ആദ്യം ഇവിടെ ഉണ്ടായത് എന്തായിരുന്നു? കളരിസ്ഥാനമായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ അവിടെ മുമ്പ് മഹാദേവന്റെ എന്നുള്ള വരവിന് മുമ്പായിട്ട് നേരത്തെ സൂചിപ്പിച്ച കളരിസ്ഥാനായിരുന്നു. പിന്നീട് ദേവി മഹാദേവന് സ്ഥാനം കൊടുക്കുകയും ദേവി വടക്കോട്ട് തിരിഞ്ഞിരുന്നു. അതിനൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ മഹാദേവന്റെ വാമഭാഗത്തിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു അല്ലേ? അതാണ്. അപ്പോൾ നല്ല നമസ്കാരം. നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ കണ്ടുകിട്ടിയതിനും വളരെ സന്തോഷം. സന്തോഷം. അപ്പോൾ നമ്മൾ ഏതായാലും നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് നമ്മളിവിടെ എത്തി, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ ഈ ദേശത്തെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി ധാരാളം നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങൾക്ക് അതെ ചെയ്യാൻ സാധിച്ചു. നമ്മൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കാര്യം ലോക ജനതയുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളും അതിനൊരു കാരണക്കാരനായി. സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ ഭംഗിയായിട്ട് നടത്തി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങളും ധാരാളം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അതെ, അതെ, ആൾക്കാർ എത്തിച്ചേരുന്നുണ്ട് അല്ലേ? ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വന്നു ചേർന്നിട്ട് കാര്യങ്ങൾ പ്രശ്ന പരിഹാരത്തിനുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് പേര് അതിനായിട്ട് തന്നെ ഉണ്ട് അല്ലേ? അപ്പോൾ നല്ല നമസ്കാരം. പേരൊഴിക്കും കൂടി പറഞ്ഞോളൂ. ബാലകൃഷ്ണൻ. നല്ല നമസ്കാരം.
ആ ഹാ വേണ്ടേ? അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിൽ അക്കിളിത്തമ്പലത്തിലാണ്. അക്കിളിത്തമ്പല മഹാദേവ ക്ഷേത്രം അല്ലേ? മഹാശിവക്ഷേത്രമാണ്. അത് നിങ്ങളൊരു തവണയും കാണേണ്ട ക്ഷേത്രമാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. കാരണം ഞാൻ സോമേശ്വരി ക്ഷേത്രത്തിൽ പോയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കമ്മിറ്റിക്കാരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ എത്രത്തോളം പോസിറ്റീവ് ഉണ്ടെന്ന്. അതേ സെയിം സംഭവമാണ് അക്കിളിത്തമ്പലത്തിൽ. കാരണം ഞാൻ കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 1-2-3 ക്ഷേത്രങ്ങൾ ഞാൻ ഇങ്ങോട്ട് എപ്പം പറയാറുണ്ട്. അതിൽ അക്കിളിത്തമ്പലം ഹൈ പോസിറ്റീവ് എനർജിയിലുള്ള ക്ഷേത്രമാണ്. അത് നിങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആകെ അത്രയേ ഉള്ളൂ കിലോമീറ്റർ. അതിൻ്റെ നമ്മളെ മറ്റേ അവരെ പേരുന്നായിരുന്നു ബാലകൃഷ്ണൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ QR കോഡും അഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് മറ്റുള്ള ക്ഷേത്രത്തെ പോലെ അല്ലെ മറ്റുള്ള സ്ഥലത്ത് കാണുന്ന പോലെ നിങ്ങൾ കാണാൻ പറ്റാതെ ഒരു ഒത്തിരി പവർഫുൾ എനർജിയുള്ള സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് നിങ്ങൾ ആ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ കിരാതമൂർത്തിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതുപോലെ ശാസ്താവുണ്ട്, പിന്നെ അതുപോലെ നാഗരാജാവുണ്ട്, പിന്നെ ഗണേശനുണ്ട്, ദേവിയുണ്ട്, ഭഗവതിയായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. പാർവതി അമ്മ പടിഞ്ഞാറ് വശത്തുണ്ട് അല്ലേ? പടിഞ്ഞാറ് വശമല്ലേ? പിന്നെ വലിയ കൂറ്റം കുളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ വലിയൊരു അരയാമരം ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരുവാതിര നാളിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഭഗവാന്റെ ജന്മദിനം, അതെന്താ പറയുന്നത്, ജന്മനക്ഷത്രത്തിലാണ്. അന്ന് അന്നദാനമുണ്ട്. നിങ്ങൾക്ക് അന്നദാനത്തിൽ നിങ്ങൾക്കും പങ്കുചേരാം കേട്ടോ. നിങ്ങൾക്ക് അഥവാ അന്നദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി, അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും. മറ്റുള്ള ക്ഷേത്രങ്ങൾ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടി ഒപ്പിക്കലൊന്നും അല്ല എനിക്കിവിടെ വന്നപ്പോൾ തോന്നിയത്. ഭക്തന്മാരോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അക്കിളിത്തമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ കണ്ണൂർ ജില്ലയിൽ ചേലോറ എന്ന ദേശത്തുള്ള സോമേശ്വരി ക്ഷേത്രത്തിൽ ഒരു ഭക്തന്മാരോട് എങ്ങനെ പെരുമാറേണ്ടതെന്നുള്ളത് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം ആ ഫസ്റ്റ് ബെസ്റ്റ് മിഷൻ എന്നാ പറയാം. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഫീൽ നമുക്ക് മനസ്സിലാവും. ഭഗവാനുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കത് മനസ്സിലാവും. ചില ക്ഷേത്രങ്ങളുണ്ട് ഒരു ദീക്ഷികൻ അല്ലെങ്കിൽ ഒരു ആചാര്യൻ അല്ലെങ്കിൽ ഒരു ഗുരുവിനോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് അവർക്കറിയില്ല. കാരണം ചിലപ്പം ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. ഇവരെല്ലാം പെറ്റ് വീണത് ഈ അമ്പലത്തിന് മുന്നിൽ തന്നെ പറഞ്ഞ പോലെയാണ്. അങ്ങനെ അക്കിളിത്ത ഭഗവാനുമായിട്ട് അത്ര എന്താ പറയുക ലയിച്ച് ചേർന്നവരാണ്. അതുകൊണ്ട് ഭഗവാൻ എങ്ങനെയാണെന്ന് ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഇവിടുത്തെ ആൾക്കാരെ കണ്ടാൽ മതി. ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എപ്പോഴും പറയാവുന്ന പോലെ ദയവായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുമ്പോൾ ശ്രമിക്കുക. ഡബിൾ ബെല്ലൈക്കൻ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന ഒരു വീഡിയോ റിലീസ് ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളരികിലേക്ക് വരുന്നതായിരിക്കും. നല്ല കമൻറ്റ്സ് അയക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്ര കാഴ്ച അക്കിളിത്തമ്പലത്തിലെ ഈ കാഴ്ചകൾ ലോക ജനതയുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും നല്ലൊരു ദേശവും ദേശവാസികളെയും നമുക്ക് കാണാനും കണ്ട് പരിചയപ്പെടാനും സാധിച്ചത് ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഒത്തിരി ആവശ്യങ്ങൾ ഇനിയുമുണ്ട്. ഇവിടെ അന്നദാനം കൊടുക്കാൻ നിങ്ങൾ എവിടുന്ന് കൊടുക്കാറ്? ഉള്ളുന്ന കൊടുക്കാറ്. ഇവിടെ അന്നദാനശാലയിലെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഇവിടെ അന്നദാനശാല ഒരു ഓഡിറ്റോറിയമാണ് ഇവരുടെ മനസ്സിലൊരു ആഗ്രഹമുള്ളത്. നിങ്ങൾക്ക് പറ്റുന്ന സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും കേട്ടോ. ഭഗവാനെ ഉറങ്ങാൻ പോയി ഞാനും പോകാനോ പോകുന്നത്. നല്ല നമസ്കാരം, ശിവോഹം. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് ഇതേ നാട്ടിൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ വരുന്നുണ്ട്. നാളെ ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്.
പറ്റുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും വരിക. കാരണം വിനീഷേട്ടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വിനീഷേട്ടൻ പണിയെല്ലാം കട്ടാക്കിയിട്ട് വാങ്ങി വരില്ലയാണ്. അല്ലെങ്കിൽ വേറെ വീട്ടിൽ കയറ്റില്ല പിന്നെ. അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. എന്നാൽ നല്ല നമസ്കാരം.